എൻ്റെ പേര് തോമസൂട്ടി പാലത്തിങ്കൽ എന്ന് പറയും. ഞങ്ങളെ അറിയപ്പെടുന്നത് അമ്പലപ്പുഴ. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് വരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ തോമസൂട്ടി. ജീവിതത്തിൽ എന്താണ് ഏതാണെന്ന് ഒന്നും അറിയാൻ വയ്യാതെ ഈ ഭൂമിയിൽ ജനിച്ചു. അങ്ങനെ പടിപടിയായിട്ട് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. ഞാൻ വിവാഹിതനുമായി. എൻ്റെ ജീവിതം ഒരു വിശാലമാണ്. നോക്കുമ്പോൾ ഒന്നുമില്ല. ഞാൻ ജീവിതത്തിൽ തുടങ്ങിയ ഒരു ബിസിനസ്സാണ് എൻ്റെ പച്ചക്കറി കച്ചവടം. അത് നല്ല നല്ല സംബോധനകളായിട്ട് പല പല ശിഖരങ്ങളായിട്ട് മാറി. ആ കച്ചവടവും ഏന്തി ഞാൻ ജനിച്ചു വളർന്ന ചങ്ങനാശ്ശേരി പട്ടണത്തിൽ നിന്ന് വേലുത്തമ്പി തളവയുടെ നാട്ടിൽ ആനവാരിച്ചന്തയുടെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ വിദൂരയിലേക്ക് യാത്രയായി. പച്ചക്കറി കച്ചവടവുമായിട്ട് ഇങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വിശാലമായിട്ട് ഒരു മൂളിപ്പാട്ടും പാടി ഇങ്ങനെ പോയി. അതിങ്ങനെ ചെന്ന് ഒരു ലൊക്കാലിറ്റി ചെന്ന് അടിഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി പച്ചക്കറിയുടെ വിഭവങ്ങളുമായിട്ട് പച്ചക്കറി സാധനങ്ങൾ ഇറക്കി ഒരു പഴുത വിരിച്ചു. അവിടെ പച്ചക്കറികൾ, ഓണത്തപ്പ, കുടവേറ, ഓണക്കറികൾ എന്തെല്ലാം, അട്ടച്ചുട്ടുപ്പേരി, കോയിക്കാട്ടൻ സമ്മന്തി എന്ന മാതിരി എല്ലാ വിഭവങ്ങളും ഇറക്കി. എൻ്റെ ഡയലോഗുകൾ പതുക്കെ ആരംഭങ്ങളായി. ഈശ്വരൻ തന്ന ചെറിയൊരു കഴിവ് ഉള്ളിക്കിടപ്പുണ്ട്. പച്ചക്കറികളുടെ ഒരു മഹാസാഗരവുമായി ഇതാ ഞങ്ങൾ ചങ്ങനാശ്ശേരി ഇവിടെ വരെ, എവിടെ വരെ, ചമ്പക്കുളം തച്ചം വരെ. നോക്കി നിൽക്കണ്ട, അറച്ച് നിൽക്കണ്ട, മറിച്ച് നിൽക്കണ്ട. വരൂ ഭാഗ്യവന്മാരെ, ഭാഗ്യവതികളെ, ഒന്നിലൂട്ടി അല്ല ചട്ടി. ഡോൺ വെരി, വിഷമിക്കണ്ട. ഐ വിൽ പേ, പണം. എനിബഡി, നോബഡി, സംബഡി. ആർക്കും എപ്പോഴും വാങ്ങാം. അങ്ങനൊരു അവസരത്തിൽ എൻ്റെ കമൻട്രികൾക്ക് കേട്ട് 2 വൈദികന്മാരും 2 സിസ്റ്റേഴ്സുകളും വന്നു. മകനെ, യേശുവിൻ്റെ ആ കരങ്ങളിൽ, ഈ ഭൂമിയിൽ നിനക്കൊരു ശ്വാസമായി ജീവൻ കിട്ടിയ നിൻ്റെ നാവിലെ ആ 2 ഡയലോഗ് കേട്ടപ്പോൾ ഞങ്ങൾ അടുത്ത് വന്നതാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഈ വിഭവങ്ങളുടെ കാര്യം? അച്ഛാ, പെട്ടെന്ന് നമുക്കൊരാവശ്യം വന്നു. കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകണം. ചട്ടുപൊട്ടുന്ന ഒരു ചെറിയൊരു മെഴുക്ക് പുരട്ടി, അല്ല ഒരു അവിയൽ, അല്ല ഒരു സാമ്പാർ, അല്ല ഒരു പുളിശ്ശേരി, ഇതൊക്കെ വെച്ച് കൂട്ടുന്നതാണ് ഈ പച്ചക്കറി. റെഡ്, ഗ്രീൻ, വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ. അതെന്താ മോനെ? അതച്ഛാ, ഇത് വിൽക്കുന്ന ഒരു കമൻട്രിയാണ്. ഇതില്ലെങ്കിൽ ഇത് വിൽക്കാൻ ഒക്കത്തുമില്ല. ഹലോ മൈ ഡിയർ റോൾ നമ്പർ. അതായത് അച്ഛാ, ഹലോ മൈ ഡിയർ റോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോൺ നമ്പറാണ്. കേൾക്കട്ടെ, നിൻ്റെ ഫോൺ നമ്പർ ഞങ്ങൾക്കൊന്ന് വേണം. എവിടെയെങ്കിലും ആവശ്യപ്പെട്ടാൽ നിന്നെ ഞങ്ങൾക്ക് വേണ്ടേ? എന്താ അച്ഛാ? സിസ്റ്ററെ എഴുതിയെടുത്തു. ഹലോ മൈ ഡിയർ റോൾ നമ്പർ 22466 ലാൽസലാം, അമേരിക്കയിൽ. ഞാൻ ആട് തോമസ് പടികം. എന്നെ എപ്പോഴും ഏത് സമയത്തും ഞാൻ ആഗതനാണ്. പക്ഷേ അച്ഛാ, ഒരു കുഴപ്പം. എന്ത് കുഴപ്പം? റോൾ നമ്പർ അച്ഛാ. എന്നെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നെ കിട്ടും. ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് വരെ എന്നെ കിട്ടും. അതാണ് ഞാൻ. എൻ്റെ ജീവിതം വിശാലമായി അച്ഛാ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഇന്ന് സത്യത്തിൽ അച്ഛാ ഒത്തിരി മാനസികമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ മോൾ, ദൈവം മുന്തിരിശാഖയിൽ നിന്ന് തന്ന 2 മക്കളെ. മോളുടെ പേര് പൗർണമി, മോൻ്റെ പേര് പ്രവീൺ. ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഒത്തിരി അച്ഛാ അലഞ്ഞു. പക്ഷേ എൻ്റെ അലച്ചിലിന് ഒരു സ്വസ്ഥതയും ഇവിടം വരെ എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ മോള് ഇന്ന് വിവാഹിതയാണ്. എൻ്റെ മോള് ഇപ്പം നേഴ്സായിരുന്നു. ഒത്തിരി പടവുകളും ചവിട്ടി അലഞ്ഞ് കടലുകളും തോടുകളും ഞാൻ താണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുത്തു. മോളെ പെട്ടെന്ന് അച്ഛാ ഒരു വിവാഹം വന്നു, കഴിപ്പിച്ചു. അതിലും ഒത്തിരി മാനസികമായിട്ട് ഞാൻ തകർന്നാണ് ഈ വിവാഹം നടത്തിയത്. എങ്കിലും അച്ഛാ, എൻ്റെ ദൈവം എനിക്ക് കൊണ്ട് തന്നിരിക്കുന്ന മോൻ എല്ലാം നിറഞ്ഞ ഒരു മരുമകൻ. അവർക്ക് ദൈവം കൊടുത്ത ഒരു കുഞ്ഞ്, ഒരു ആൺകുഞ്ഞ്, എൻ്റെ മോൻ പ്രവീൺ. അവനെ ഞാൻ പഠിപ്പിച്ചച്ഛാ. എൻ്റെ സഹോദരന്മാരെ ഒത്തിരി പേര് എനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഈ നല്ല സഹകരണത്തിൽ എനിക്ക് സഹപാഠികളാണ് ഇന്നും അച്ഛാ എനിക്കുള്ളത്. വയസ്സ് 58 എനിക്ക് ചെറിയ ഡയലോഗുകൾ എനിക്കറിയാം. ദൈവം തന്ന ഒരു കഴിവ് എനിക്കിതേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരല്പം പാട്ടുകൾ പാടും. അച്ഛൻ പറഞ്ഞു, മകനെ, നിന്റെ നാവിൽ നിന്ന് വീഴുന്ന ഒരു 2 വരി ഞാനൊന്ന് കേൾക്കട്ടെ. അച്ഛാ, കേൾക്കൂ. വരൂ, നിൽക്കൂ, ശ്രദ്ധിക്കൂ. പച്ചക്കറികളുടെ ഒരു മഹാസാഗരവുമായി ഇതാ ഞങ്ങൾ ഇവിടെ വരെ. എൻ്റെ അച്ഛനും സിസ്റ്റേഴ്സും എൻ്റെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി വരുന്ന കാണികളുടെ മുമ്പിൽ എൻ്റെ നാവിൽ നിന്ന് വീഴുന്ന 2 വാക്ക്.
ആ വാക്കിൽ നിന്നും വരുന്ന ഒരു ഗാന ലഹരി ഇതാ ഞാൻ പാടുകയാണ്. അച്ഛാ, സിനിമാ ലോകത്തെ ഹാസ്യ സാമ്പ്രട്ടായ ജഗതിയും ഇന്നസെന്റും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഇന്നസെന്റ് സ്നേഹിച്ച കൽപ്പനയ്ക്ക് വിധിച്ചത് ജഗതിന്. പക്ഷെ ആ നിരാശയായിട്ട് ഇന്നസെന്റ് പാടുകയാണ്, എല്ലാം മറന്ന്. അച്ഛാ, ആ ഗാനം വെറൈറ്റികൾ മാറ്റി എൻ്റെ ടൂണിൽ ഞാൻ പാടുവാണ്. കർത്താവുയർത്തെഴുന്നേറ്റു, ഞായറാഴ്ച കരളിൽ മോഹത്തിൻ വീഞ്ഞൊഴുകും, ഞായറാഴ്ച കുരിച്ചു വരയ്ക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും ഹൃദയം ഞാൻ പണയം വച്ചു, എൻ്റെ ഹൃദയം ഞാൻ പണയം വച്ചു. നാട്ടുകാരെന്നെ തല്ലി, ആർക്ക് വേണ്ടി അച്ഛാ? അവൾക്ക് വേണ്ടി. വീട്ടുകാർ അവളെ ഇറക്കി, ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി. എന്നിട്ടും സഹധൈര്യം അവളെൻ്റെ കൂടെ വന്നു. വർക്കീസാറിൻ നോവലിലെ നായികയോ സുറിയാനി ക്രിസ്ത്യാനി പെണ്ണേ, എൻ്റെ സുറിയാനി ക്രിസ്ത്യാനി പെണ്ണേ. അങ്ങനെ ആ ഗാനങ്ങൾ ഞാൻ പാടി. അപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തൊക്കെ അറിയാം? അപ്പം ഞാൻ പറഞ്ഞു, ഒരു 2 വരി. അച്ഛാ, നാട് കുലുക്കി കാട് കുലുക്കി നാടും നാട്ടാരെയും ഊട് ഒരേവരെ അറിയിച്ചു വരുന്ന മോഹൻലാൽ ഒരു ഷോട്ട്, ഒരു 4 വരി പാട്ട്. ദൂരെ 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 നീലവാനം, ഗാനം പോലെ പാട്ടുപാടി രാഗം പോലെ. ദൂരെ 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 നീലവാനം, ഗാനം പോലെ പാട്ടുപാടി രാഗം പോലെ. എന്താ തുമ്പി തുള്ളാത്തേ പോരാമോ, എൻ്റെ വീട്ടിൽ കൂട്ടിനുള്ളി പോരാമോ. എന്താ തുമ്പി തുള്ളാത്തേ പോരാമോ, എൻ്റെ വീട്ടിൽ കൂട്ടിനുള്ളി പോരാമോ. എൻ്റെ വീട്ടിൽ വന്നാൽ അടിപൊളിയ ഓടിക്കോ. മേലെപ്പറമ്പിൽ അച്ഛൻ കുഞ്ഞെ പോരുന്നോ, നാളെ എടത്തൂവ പള്ളിയിൽ പെരുന്നാളാ. മേലെപ്പറമ്പിൽ അച്ഛൻ കുഞ്ഞെ പോരുന്നോ, നാളെ എടത്തൂവ പള്ളിയിൽ പെരുന്നാളാ. കൂട്ടം കൂടി നമുക്കൊന്നു കൂടണ്ടേ, തോളടിക്കാൻ ബാറിയിലേക്കു കയറണ്ടേ വേണം. കൂട്ടം കൂടി നമുക്കൊന്നു കൂടണ്ടേ, തോളടിക്കാൻ ബാറിയിലേക്കു കയറണ്ടേ. തിരികെ വരുമ്പോൾ നമുക്കെല്ലാം മൂടൊഴിച്ചിൽ ഓടിക്കോ. ദൂരെ 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 നീലവാനം, ഗാനം പോലെ പാട്ടുപാടി രാഗം പോലെ. എന്താ തുമ്പി തുള്ളാത്തേ പോരാമോ, എൻ്റെ വീട്ടിൽ കൂട്ടിനുള്ളി പോരാമോ. എൻ്റെ വീട്ടിൽ വന്നാൽ അടിപൊളിയ ഓടിക്കോ. ജൂൺ മാസത്തിൽ മഴകളെല്ലാം വന്നല്ലോ, കുട്ടികളെല്ലാം ആകെ അങ്ങ് നനഞ്ഞല്ലോ. ജൂൺ മാസത്തിൽ മഴകളെല്ലാം വന്നല്ലോ, കുട്ടികളെല്ലാം ആകെ അങ്ങ് നനഞ്ഞല്ലോ. പോപ്പി ജോൺസൺ കൂടെ വന്നല്ലോ, ഇനിയും മഴകൾ കൊള്ളണ്ട. ജോൺസൺ കൂപ്പിക്കൂടെ വന്നല്ലോ, ഇനിയും മഴകൾ കൊള്ളണ്ട. വീട്ടിൽ ചെന്നപ്പോൾ നമുക്കെല്ലാം കൂടക്കാലെ ഓടിക്കോ. ദൂരെ 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 നീലവാനം, ഗാനം പോലെ പാട്ടുപാടി രാഗം പോലെ. എന്താ തുമ്പി തുള്ളാത്തേ പോരാമോ, എൻ്റെ വീട്ടിൽ കൂട്ടിനുള്ളി പോരാമോ. എൻ്റെ വീട്ടിൽ വന്നാൽ അടിപൊളിയ ഓടിക്കോ. കാട്ടിലേക്ക് നമുക്കെല്ലാം പോകണ്ടേ, പോണം പോണം കാട്ടാനകളെയെല്ലാം കാണണ്ടേ. കാട്ടിലേക്ക് നമുക്കെല്ലാം പോകണ്ടേ, കാട്ടാനകളെയെല്ലാം കാണണ്ടേ. ആനപ്പുറത്തിരുന്നൊന്നു വീശണ്ടേ, വെഞ്ചാമരം എടുത്തങ്ങു വീശണ്ടേ. ആനപ്പുറത്തിരുന്നങ്ങു വീശണ്ടേ, വെഞ്ചാമരം എടുത്തങ്ങു വീശണ്ടേ. അതാ ചിരിപ്പാൻ വരുന്നൊരു പുലിയച്ഛൻ ഓടിക്കോ. ദൂരെ 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 നീലവാനം, ഗാനം പോലെ പാട്ടുപാടി രാഗം പോലെ. എന്താ തുമ്പി തുള്ളാത്തേ പോരാമോ,
എൻ്റെ വീട്ടിൽ കൂട്ടിനൊന്നി പോരാമോ എന്താ തുമ്പി തുള്ളാത്തേ പോരാമോ എൻ്റെ വീട്ടിൽ കൂട്ടിനൊന്നി പോരാമോ എൻ്റെ വീട്ടിൽ വന്നാൽ അടിപൊളിയ ഓടിക്കോ. അങ്ങനെ എൻ്റെ ഗാനം അങ്ങനെ പാടിക്കഴിഞ്ഞപ്പോൾ അച്ഛാ എല്ലാവരും എന്നെ വിളിയ. അപ്പം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ ഭാര്യയും മക്കളും ഉൾപ്പെടെ ഞാൻ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഒന്ന് പോയി. ഉല്ലാസകരമായ ഒരു യാത്രയായിരുന്നു. അച്ഛാ ഞങ്ങൾ ഭാര്യ വീട്ടിൽ ചെന്നു. ഭാര്യയുടെ അമ്മ, അതായത് എൻ്റെ ഭാര്യയുടെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായിമ്മ, എല്ലാ വിഭവങ്ങളും നിരത്തി വെച്ചു. സുന്ദരകരമായിട്ടൊരു ഊണ വിഭവത്തിൻ്റെ ഒരു സദ്യ തന്നെയായിരുന്നു അച്ഛാ അവിടെ. ഞങ്ങളിരുന്നു. ഏതാനും സമയങ്ങൾക്കുള്ളിൽ എൻ്റെ അമ്മായിമ്മ വിളമ്പിപ്പിച്ചിരിക്കുന്ന വിഭവങ്ങളല്ലേ, ഞാൻ എൻ്റെ വയറ് നോക്കിയില്ല അച്ഛാ, ഞാൻ എല്ലാം കഴിച്ചു. ഞങ്ങളെ പ്രാർത്ഥനയും എത്തിച്ച് സന്തോഷമായിട്ട് ഞങ്ങളെ കടന്നു. ഏതാനും സമയങ്ങളായപ്പോൾ അച്ഛാ എൻ്റെ വയറ്റിനകത്തുനിന്ന് ഒരു ഉരുണ്ടുകയറ്റം. നിമിഷം നേരം കൊണ്ട് എന്താണെന്നും ഏതാണെന്നും അച്ഛാ എനിക്കൊന്നും അറിയാൻ വയ്യ. ഒരു തൃശ്ശൂർ പൂരം പോലായിരുന്നു. ഞാൻ നിമിഷം നേരം കൊണ്ട് ഞാൻ പുള്ളിക്കാരത്തിയെ വിളിച്ചു. എൽസി, എൽസി, എൻ്റെ ഭാര്യയുടെ പേര് എൽസി എന്നാണ്. കടമറ്റത്തച്ഛനെ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന പോലെ പൊടിയിട്ടുമ്പോൾ കഴിയുമ്പോൾ കടമറ്റത്തച്ഛനുള്ള പോലെ പൊടിയിട്ട് കഴിയുമ്പോൾ വിളിക്കുമ്പോൾ കടമറ്റത്തച്ചു എന്ന പോലെ ഭാര്യയെ വിളിച്ചു. നിമിഷം നേരം കൊണ്ട് ഭാര്യ ഉണർന്നു. എന്താ? ഒരു നിർവാഹവുമില്ല, എനിക്ക് എപ്പോഴെങ്കിലും എനിക്ക് ചടങ്ങിന് ടോയ്ലറ്റിൽ പോകണം. പേടിച്ചു തൂറിയായ ഭാര്യ പറഞ്ഞു എനിക്ക് പേടിയാന്ന്. അച്ഛാ ഞാൻ പറഞ്ഞു എന്തിനു പേടിക്കുന്നു? നീ എന്നെ കൊണ്ടുവന്നിരിക്കുന്ന എനിക്ക് ഓരോ മരത്തിലോട്ടാണോ? ഞാൻ നിമിഷം നേരം കൊണ്ട് ഭാര്യയോട് ചോദിച്ചു എൻ്റെ കൂടെ ഒന്ന് വാ. അച്ഛാ അവൾക്ക് പേടി. അവൾ ഒരുമാതിരി കൊഞ്ചുമാതിരി പുതപ്പിൻ്റെ ഇടയിൽ കൂടെ ചുരുണ്ടു. എനിക്ക് സഹിക്കാൻ വയ്യാത്ത മൂടൊഴിച്ചില് അച്ഛാ നിമിഷം നേരം കൊണ്ട് ഞാൻ ഡിസ്കോ കളിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നിട്ട് നിൽക്കാൻ വയ്യ. ഭയങ്കരമായ മൂടൊഴിച്ചില്. ഞാൻ വിശാലമായിട്ട് എൻ്റെ ഭാര്യയുടെ വരാന്തയിലോട്ട് കയറി. പ്രായം ചെന്ന അപ്പനെ അമ്മേനും വിളിക്കാൻ പറ്റൂ? ഇല്ല. ഞാൻ ആ വരാന്ത കയറിയിരുന്ന് എൻ്റെ കാര്യം ദീർഘശ്വാസത്തോടു കൂടി ഞാൻ നിറവേറ്റി. ഞാൻ കടവും കഴിഞ്ഞ് ഞാൻ കയറി. വെളുപ്പിനെ കാലായിലേക്ക് ഇറങ്ങുന്ന എൻ്റെ അപ്പൻ വായിക്കോട്ട വിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അപ്പം പതുക്കെ വരുമായിരുന്നു. വന്നപ്പോൾ അച്ഛാ എന്താ കാണുന്നത്? ഒരാനച്ചേന വലിപ്പത്തിൽ എന്തൊക്കെയോ എൻ്റെ മുമ്പിൽ കാണുന്നു. അച്ഛാ 1 മൈൽ അകലെ എൻ്റെ അപ്പൻ തെന്നി അങ്ങ് പോയി. അയ്യോ ഇതെന്നതാ? ഉടനെ അച്ചായും വിളിച്ചു, മോളെ എൽസി. അല്ല അച്ചായ വിളി കേൾക്കത്തില്ല, ഞാൻ വിളി കേൾക്കാം. എന്താ അച്ഛാ? മോനെ ഇതെന്നതാ? അച്ഛാ എനിക്കൊരു തരത്തിലും വയറ്റിൽ ഞാൻ കണ്ടവാനെല്ലാം കൂടെ വാരി കഴിച്ചു. അതിൻ്റെ ഫലമായി കാണുന്നത്. മോളെ വിളിച്ചിട്ട് മോള് വന്നില്ല. മോനെ നീ യഥാർത്ഥ മരുമകൻ, ഇനി നീ വരുമ്പോഴൊക്കെ ഇങ്ങനെ ആയിരിക്കണം എന്നെൻ്റെ അമ്മായി എന്നോട് പറഞ്ഞു. അതോടുകൂടി എനിക്ക് വളരെ ആശ്വാസമായി അച്ഛാ. അങ്ങനെ ഞാൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ഓരോരുത്തരുടെ അടുക്കിൽ കമൻട്രികളുമായിട്ട് പച്ചക്കറി, മാങ്ങ, ഏത്തപ്പഴം, ആപ്പിള്, മുന്തിരി ഇങ്ങനെ ഓരോന്നിൻ്റെ കൂടെ എന്നെ വിളിക്കും. അങ്ങനെ ഓരോരുത്തരുടെ കൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പോയി ഒരു ദിവസം ഒരു സ്ഥലത്ത് എൻ്റെ പച്ചക്കറിയും വിഭവങ്ങളും എല്ലാം ഇറക്കിയപ്പോൾ ഒരു വല്യമ്മ പതുക്കെ വന്ന് ചോദിച്ചു, മോനെ ഈ പച്ചക്കറി എവിടുന്ന് കൊണ്ടുവരുന്നതാ? ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇത് ഊട്ടി, തേക്കടി, കൊടൈക്കനാൽ, കമ്പം, മേട്ടുപ്പാളയം ഇവിടങ്ങളിൽ നിന്നും 5 സ്ഥലത്തു നിന്നും വരുന്ന പച്ചക്കറികളാണ്. ഇത് വല്യമ്മച്ചിക്ക് എന്താ ആവശ്യം അത് പറയുക. മോനെ ഇത് നിങ്ങൾ വിറ്റ് കഴിയുമ്പോൾ എന്നാ ചെയ്യും? വല്യമ്മച്ചി വിറ്റ് കഴിയുമ്പോൾ ഞങ്ങൾ പെട്ടിയും മടക്കി പടുതായും മടക്കി അവരവരുടെ ഭവനങ്ങളിലേക്ക് പോകും. അപ്പോൾ വല്യമ്മച്ചി ചോദിച്ചു, മോനെ ഈ മത്തങ്ങ എന്താണ് ഇങ്ങനെ വലിയൊരു മത്തങ്ങ തുറന്നിരിക്കുന്നത്? അമ്മച്ചി കേക്ക്. കടമ്പലത്തച്ഛൻ കഥ മാതിരി അമ്മച്ചിയോട് ഞാൻ പറയാം. മോനെ അങ്ങനെങ്കിലും എന്നെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കേ. അമ്മച്ചി ഞങ്ങളെ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാരെ സ്മഗ്ലിങ് സാധനം ഈ പച്ചക്കറി, മത്തങ്ങ, കുമ്പളങ്ങ, ചേന ഇതിൻ്റെ അകത്തൊക്കെ തുറന്നു വെക്കും. അതിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് വരുന്നതാണെന്ന് നോക്കാൻ വേണ്ടി തുറന്ന് നോക്കുന്നതാ. സത്യത്തിൽ നമുക്കറിയാം അച്ഛാ ഇത് തുറപ്പിനലി തുരത്തിയ മത്തങ്ങ ആണെന്ന്. ഇത് ഞങ്ങൾ കീറി പല വിഭവങ്ങളാക്കി ഞങ്ങൾ കിറ്റിനകത്ത് ഇട്ട് കൊടുക്കും. പക്ഷെ അച്ഛാ എനിക്കറിയാവോ അവിടെ എലിപ്പനി പിടിക്കുമെന്നല്ലോ, എനിക്ക് വല്ലതും അറിയാവോ? ഞാൻ ഒന്നേ പോയുള്ളൂ, പിന്നെ ഞാൻ പോയില്ല. അങ്ങനെ എൻ്റെ പച്ചക്കറികളെ നീണ്ടു നിവർന്ന് അങ്ങനെ വിശാലമായി ഈ ഭൂമിയിൽ ഇങ്ങനെ പടർന്ന് പന്തലിച്ചു. അങ്ങനെ വരുന്ന വരവിനെ ഇടയ്ക്ക് വെച്ച്
എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. വിശുദ്ധ തോമ, അല്പവിശ്വാസിയായിരിക്കുന്ന തോമയെ, നീ എന്നെ വിശ്വസിക്കൂ എങ്കിൽ നിന്റെ ചൂണ്ടവിരലുകൾ കൊണ്ട് എൻ്റെ ആണിപ്പഴുതിന്മേൽ തൊട്ട് വിശ്വസിക്കാൻ പറഞ്ഞ ആ വിശുദ്ധ തോമാസിലയുടെ പേരുകാരനാണ് ഞാൻ. പക്ഷെ അച്ഛാ, എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് വിശുദ്ധ തോമാസിലയുടെ മുമ്പിൽ പോയി എന്നോടും നീളത്തിൽ ഒരു പൊന്നുനൂല് എൻ്റെ പുണ്യാളത്തിന് ആരാർപ്പണം ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അച്ഛാ. അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. പിന്നെ സാധിക്കണം, എൻ്റെ മക്കളിൽ കൂടി സാധിക്കുമെന്ന് അച്ഛാ ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ ഉടനെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ദീർഘസുമംഗലി ഭവ, നിനക്കൊരു ആശീർവാദം തന്നിട്ട് പറഞ്ഞു, നിനക്കെല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് ദൈവം തരും. എങ്കിൽ ഞാൻ ഒരു ചോദിക്കട്ടെ. എന്താ അച്ഛാ ചോദിച്ചാലും? ചാലക്കുടികളിലും ഡിവൈനുകളിലും പല പല കൂട്ടായ്മകളിലും പല പല കൺവെൻഷനുകളിലും എന്തെല്ലാം വചനങ്ങളും എന്തെല്ലാം കാര്യങ്ങളും യേശുക്രിസ്തുവിനെ പറ്റി പാടി സ്തുതിച്ച് അല്ലേലൂയ സ്തോത്രം എന്തെല്ലാം കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം പറഞ്ഞ് സന്തോഷിക്കുന്നു. നിനക്ക് അങ്ങനെയെങ്കിലും ഒന്ന് പോയിക്കൂടെ? ഞാൻ പറഞ്ഞ അച്ഛാ, എനിക്ക് 3 അക്ഷരം ഈശ്വരൻ എനിക്ക് തന്നിട്ടില്ല. ഉടനെ സിസ്റ്റർ ചോദിച്ചു, അതെന്താ ചേട്ടാ? അച്ഛാ, 3 അക്ഷരം. ആ അക്ഷരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇങ്ങനെ വരത്തില്ലായിരുന്നു. അതെന്താടാ? ജ്ഞാനസ്ഥാനം മുങ്ങിയവനാ. അതെന്താ ഞങ്ങളൊന്ന് അറിയട്ടെ. അച്ഛാ, 3 അക്ഷരം എന്ന് പറഞ്ഞാൽ കുരുത്തം. എനിക്ക് കുരുത്തമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രം അച്ഛാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ബാക്കിയുള്ളതെല്ലാം എൻ്റെ ഈശ്വരൻ എനിക്ക് തന്നു. എനിക്ക് പഠിപ്പ് കുറവാണ്, എങ്കിലും ഞാൻ 6ാം ക്ലാസ്സേ പഠിച്ചുള്ളൂ. എങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ ഇടയ്ക്ക് വരെയും പോയി നിൽക്കാൻ ദൈവം അല്പസ്വല്പം നാവാട്ടങ്ങളും കഴിവുകളും എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഞാൻ പിടിച്ച് നിൽക്കുക അച്ഛാ. എന്തെല്ലാം കാര്യങ്ങളാച്ചാ എൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് ചിലപ്പോൾ തോന്നും, എൻ്റെ യേശുവിനെ മുഖാമുഖം ഒന്ന് കണ്ടാൽ എൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന മുറിവുകൾ എൻ്റെ യേശുവിനായ പടനായകനോടൊന്ന് പറയണം എന്ന് വളരെ വളരെ വിമ്പൽ കൊള്ളുന്നു. പക്ഷേ അച്ഛാ, കല്ലിലും തൂണിലും തുരുമ്പിലും എവിടെ നോക്കിയാലും എൻ്റെ ഈശ്വരൻ എവിടെ ഉണ്ട്. പക്ഷെ എൻ്റെ അടുത്തേക്ക് മാത്രം വരുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അച്ഛാ വരും. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട്. നിന്റെ മനസ്സ് വെടിപ്പായി നീ വിളിക്കുക, അചഞ്ചലപ്പെടാതെ എന്നെ നീ പരിപൂർണമായിട്ട് വിളിക്കുക. നീ വിളിക്കുന്നിടത്ത് ഞാനുണ്ട് അച്ഛാ. സഹോദരന്മാർ 6 പേര്, ആർക്കും ഒരു കുഴപ്പമില്ല. എല്ലാവരും എനിക്ക് അതേപ്പറ്റാം. പക്ഷെ ഇന്നും എൻ്റെ ഈ ദൈവം തന്നിരിക്കുന്ന ഈ നാവാട്ടം കൊണ്ട് മാത്രം എൻ്റെ സഹപാഠികളിൽ കൂടി ഞാൻ കഴിഞ്ഞുകൂടുന്ന ഒരു ഏക മനുഷ്യനാണ്. പിന്നെ എൻ്റെ അച്ഛനോട് പറയാനുള്ളൊരു കാര്യം, എൻ്റെ കൂട്ടുകാർ പല പല സ്ഥലങ്ങളിലും ഉണ്ട്. എന്നെ പല പല സ്ഥലങ്ങളിലേക്കും വിളിക്കും. അപ്പോൾ പറഞ്ഞു, നിൻ്റെ നാടകത്തിൽ നീ അഭിനയിച്ചിട്ടുള്ള ഒരു 2 ഷോട്ട് ഒന്ന് പറയും അച്ഛാ. അതിനകത്ത് ഒരു ചെറിയൊരു സിമ്പിൾ, കാടുകുലുക്കി നാടുകുലുക്കി നാടും നാട്ടാരെയും ഊരു ഒടയവരെയും അറിയിച്ചു വരുന്ന മോഹൻലാൽ ആദ്യമായിട്ട് കയറിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ, അതിനു മുമ്പ് മോഹൻലാൽ പല പടത്തിലും വന്നിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന ആ പടനായകൻ രംഗത്ത് വരാൻ തുടങ്ങിയത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളാണ്. അതിൻ്റെ അകത്തെ പൂർണിമ ജയറാമിനെ സ്വന്തമാക്കാൻ വേണ്ടി ഒരു തെരുവ് ചന്തയിൽ വെച്ച് ഈ പറയുന്ന ശങ്കറുമായിട്ട് കണ്ടുമുട്ടുന്നു. മോഹൻലാലിനെല്ലാം മതിമറന്ന് ഒരു ചെറിയ ഷോട്ട് മോഹൻലാലിൻ്റെ ആ ഗാംഭീര്യം നിറഞ്ഞ ആ സമയത്തെ ഇവനോട് കണ്ടു പറയുവാണ്, പ്രേം പ്രേം കൃഷ്ണൻ, ഓക്കെ 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 പണിക്കരുടെ വീട്ടിൽ പോകരുത്, പ്രഭയെ കാണരുത്. അതിനെന്തെങ്കിലും ഇടങ്കോലിട്ടാൽ ആദ്യം നീ മരിക്കും, പിന്നെ പ്രഭയും. അതൊക്കെ പോട്ടെ, അന്ന് നീ എന്നെ മാർക്കറ്റിൽ വെച്ച് അടിച്ചില്ലേ, അത് നല്ല സ്റ്റൈലായിരുന്നു, നല്ല പോസായിരുന്നു. ആ പോസും സ്റ്റൈലും ഇവരാരും കണ്ടില്ല. അത് ഇവർക്കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കെ, ഇവരും 2 വാക്ക് അമ്മയ്ക്ക് പറയട്ടെ എന്ന് പറയുന്ന ആ മോഹൻലാൽ ഇന്ന് കയറിയിരിക്കുന്നത് ഒരു വലിയ ഒരു ഘടകത്തിലേക്കാണ്. ആ മോഹൻലാലിനെ ആരാധിക്കുന്ന ഒരു ആരാധകനാണ് ഞാൻ. എനിക്ക് ചിലപ്പോൾ തോന്നും, അച്ഛാ ശുശ്രൂഷകനായിട്ടെങ്കിലും ഒന്ന് പോയാൽ കൊള്ളാവുന്നേ. പക്ഷേ വേണ്ടേ. പിന്നെ അച്ഛാ, എൻ്റെ അച്ഛനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഒരു കാര്യം എൻ്റെ ഓർമ്മപ്പുറത്ത് വരുന്നു. എന്താ അച്ഛാ, എങ്ങനെങ്കിലും പണി തീരാത്ത ഒരു ഭവനം, ദൈവം തന്നിരിക്കുന്ന ഒരു 5 സെന്റ് സ്ഥലം അച്ഛാ എനിക്കുണ്ട്. ജനിച്ച് വളർന്നിടത്തുനിന്ന് 5 രൂപ പോയിന്റിന് അച്ഛാ. എല്ലാവരും 20 ഭവനങ്ങളാണ്. എല്ലാവർക്കും എന്നോട് വലിയ അനുതാപമാണ്.
എല്ലാവർക്കും വലിയ കാര്യമാണ്. എൻ്റെ ഭാര്യ, എൻ്റെ മിസസ് സഹധർമ്മിണിയോടും, എൻ്റെ പൗർണമിയോടും, എൻ്റെ പ്രവിനോടും. പക്ഷെ അവർക്കെല്ലാം അറിയാം, വെളുപ്പിനെ കാക്ക കരയുമ്പോൾ എൻ്റെ ഭാര്യയെ എൻ്റെ മക്കൾക്ക് വേണ്ടി അലയുന്നവനാണ്. പക്ഷേ എനിക്ക് പണി തീരാത്ത വീടിൽ ഏതെങ്കിലും വകുപ്പിൽ എനിക്കൊരു പണി തീർന്ന് പൂർത്തീകരിച്ചെന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ട് അച്ഛാ, ഞാൻ ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കടന്നപ്പോൾ നമ്മുടെ സിനിമാ ലോകത്തെ ആസ്യ സാമ്പ്രട്ടായിട്ടൊക്കെ വരുന്ന മുകേഷിൻ്റെ ഒരു ചെറിയ റോള് കണ്ടു, ഡീൽ ഓർ നോടി. അച്ഛാ, അത് ആഴ്ചയിൽ കിട്ടും, ശനി ഞായർ. ഞാനും അത് വെച്ച് കാണുമായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കാത്ത വീടാ, എനിക്കൊന്ന് പോയാൽ കൊള്ളാമല്ലോ എന്ന്. അങ്ങനെ ഞാൻ ബയോഡാറ്റകൾ അയച്ചുകൊണ്ടിരുന്നു. അച്ഛാ, അത് പലതും എൻ്റെ ഹൃദയത്തിലെ മുറിവ്, എൻ്റെ വീടിൻ്റെ സ്ഥിതി, എൻ്റെ അലച്ചിൽ എല്ലാം വെച്ച് എഴുതി. ഞാൻ പറഞ്ഞ മുകേഷ് ചേട്ടാ, എനിക്ക് അല്പസ്വല്പം കലാപരവും അറിയാം, കമൻട്രികൾ അറിയാം, അല്പസ്വല്പം പാടും, എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എനിക്കൊരവസരം കിട്ടുവാണെങ്കിൽ പൂർത്തീകരിക്കാത്ത എൻ്റെ വീട് ഒന്ന് പൂർത്തീകരിക്കാം. അച്ഛാ, ഞാൻ ഒരു 1068 വരെ അയച്ചു. അപ്പോൾ അയച്ചപ്പോൾ അച്ഛാ, എനിക്ക് 4 ഇൻഫർമേഷൻ വന്നു. ഞാൻ ചെല്ലാൻ വേണ്ടി 4 കാർഡും വന്നു. അച്ഛാ, മതി മറന്ന് സന്തോഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അച്ഛാ, നമ്മുടെ സിനിമാ നടി മമതയെന്ന് പറയുന്ന ഒരു നടി എങ്ങാണ്ടൊന്നും അവൾ കയറി വന്നിരിക്കുക. വിവൽ റെഡി, 1 കോടി, ആർ യു റെഡി? അതിനുശേഷം അച്ഛാ, സുരേഷ് ഗോപി ഇപ്പറേ വന്നിരിക്കുന്നു. ദേ പോയി, ദേ വന്നു. എൻ്റെ ആഫീസ് പൂട്ടി അച്ഛാ, എനിക്കതും പോയി. അച്ഛാ, എൻ്റെ ഹൃദയത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു, അതെങ്കിലും ഒന്ന് കിട്ടുമെന്നും പറഞ്ഞ് ഞാൻ വലിയ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹിച്ചു. ഞാൻ എഴുതി എൻ്റെ സൂര്യ ടി വിക്കും ഡീലോറിനോറി സഹപ്രവർത്തകരായ എൻ്റെ സഹപാഠികൾക്കും ആഴ്ചയിലെ ശനി ഞായർ ഈ പ്രോഗ്രാം ഞാനും എൻ്റെ കുടുംബവും കാണുന്നുണ്ട്. എങ്ങനെയും എനിക്കിതിൽ വന്ന് സംബന്ധിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അല്പം കലാപരമായിട്ട് എനിക്കറിയാം, പാടും, അല്പം കമൻട്രികൾ പറയും. എങ്ങനെ ഇതിലൊന്ന് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോളെ പൗർണമീനെ കെട്ടിച്ചു, ആധാരം വെച്ചിരിക്കുക, ഇപ്പോഴും അതെടുക്കാൻ കിടക്കുന്നു. വീട് പണിതിട്ട് പകുതിയാക്കി, അത് കേസിൽ കിടക്കുന്നു. ഞാൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. ചങ്ങനാശ്ശേരി ഈ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഡോക്ടർ തോമസ് സെബാസ്റ്റ്യൻ്റെ ചികിത്സയിലാണ്. എനിക്ക് അവിടെ പോകാനുള്ള നിരന്തരം വകുപ്പില്ല. അതിനിപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരഭയം തേടിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ അച്ഛാ, എല്ലാം വെച്ച് എഴുതിയതാ, എങ്ങാണ്ടുന്നോ കയറി വന്നിരിക്കുക. ദേ പോയി, ദേ വന്നു, ദേ പോയി, ദേ വന്നു, ദേ പോയി, ദേ വന്നു. എൻ്റെ ആഫീസും പൂട്ടി. അങ്ങനെ നിരാശയായിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ദൈവത്തിൻ്റെ ഒരു സന്ദേശം കിട്ടി. നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, 2 പേരുടെ മധ്യേ ഞാനുണ്ട്. നിരാശപ്പെടണ്ട. നിരാശകൾ തൂഴുമ്പോൾ പല പല ചിന്തകൾ നിന്റെ മനസ്സിൽ കടന്നുകൂടും. മനുഷ്യന് കടന്നുകൂടി കഴിയുമ്പോൾ അവൻ എന്ത് പ്രവർത്തിക്കുന്നു, എന്ത് ചെയ്യുന്നെന്ന് അവൻ അറിയാൻ വയ്യ. അരുത്. നിനക്ക് ഞാൻ ജന്മം തന്നിരിക്കുന്ന 2 മക്കളെ തന്നിട്ടുണ്ട്. ആ മക്കളിൽ നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് ഈ ഭൂമിയിൽ ഉണ്ടായതിനു ശേഷമേ നിനക്ക് വേലിത്തമ്പി തളവയെ കണക്ക് നിന്നെ ഞാൻ വിളിക്കും. ഒരു മണി ഞാൻ അടിക്കും. ആ മണി അടിക്കുന്ന സമയത്തിനിപ്പുറം വരെ നിന്റെ ഇന്ന് വരെ അലിഞ്ഞതിനെക്കാട്ടി കവിഞ്ഞ് നീ സൗഭാഗ്യവനായിട്ട് കണ്ട് നിന്നെ അറിയാത്തവരും നിന്നെ പുച്ഛിച്ചവരും ആരെല്ലാം ഉണ്ടെങ്കിലും അവരെല്ലാം നിന്റെ അടുക്കിൽ വരും. ആ ഒരു മണി കേൾക്കുമ്പോൾ നിന്റെ കിടക്കെന്ന് നീ ഞെട്ടിക്കോണം, എൻ്റെ മരണമണി വന്നെന്ന്. അങ്ങനെയൊക്കെ എൻ്റെ കർത്താവ് എപ്പോൾ വിളിച്ചാലും 2 കൈയും കൊണ്ട് ഞാൻ സ്വീകരിക്കാൻ കാത്തിരിക്കുക. പിന്നെ അച്ഛാ, ആർക്കും എവിടെ ഉണ്ട്. എൻ്റെ ജീവിതത്തെപ്പറ്റി എനിക്കൊരു അടുക്കും ചിട്ടയില്ല അച്ഛാ. പിന്നെ അച്ഛാ, എനിക്കൊരബദ്ധം പറ്റി. എന്താ മകനെ, ഞാൻ നിന്റെ നാവീന്ന് വീഴുന്ന വാക്കുകൾ കേട്ട് സ്തംഭിച്ചിരിക്കുമായിരുന്നു. നിന്റെ നാവീന്ന് വീഴുന്ന വാക്കുകൾക്ക് എത്ര കൊലപാതകങ്ങൾക്കാണേലും ഒരാശ്വാസം കൊല ചെയ്യാൻ അവനൊക്കത്തില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അച്ഛാ, ഭയാനകമായ എലിശല്യം എനിക്ക് സഹിക്കാൻ വയ്യ അച്ഛാ. വെക്കുന്ന പലഹാരങ്ങളിലും ആഹാരത്തിലും എല്ലാം ഇവൻ ഓടി നടക്കുക. അവനങ്ങനെ തിന്നുന്നതിന് ഒരുമാതിരി പൂച്ച വലിപ്പത്തിലുള്ള എലി അച്ഛാ ഇപ്പം ഇത്രയുമായി. എലിവെല്ലി വെച്ചാൽ ആ എലിവെല്ലിനകത്ത് പോലും അവൻ വീഴത്തില്ല. അതിന് ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ശരീരം ഒന്നായി തന്നിരിക്കുന്ന മിസ്സസ് എൽസി, നമുക്കിതിനൊരു പോംവഴി എന്നാ, നിങ്ങളെന്താന്ന് പോംവഴി കാണാൻ? ഞാൻ നിങ്ങളുടെ ശിഷ്യയാണ്. ഉടനെ ഞാനൊരു വഴി വെട്ടി. അച്ഛാ, കുഞ്ഞുങ്ങളെ ടീച്ചർമാരും സാറന്മാരും സ്റ്റഡി ക്ലാസ് കൊടുക്കുമല്ലോ, സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ, സ്റ്റാൻഡപ്പ് സിറ്റ് ഡൗൺ അടിക്കുമല്ലോ. ഓരോ പഠിക്കാനും
പഠിത്തം പൂർത്തീകരിക്കാനും ഒക്കെ അടിക്കുമല്ലോ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. അങ്ങനെ അച്ഛാ ഞാൻ ഉടനെ പറഞ്ഞു, എൽസി ഇന്ന് എലീനെ പിടിക്കും. ഓക്കെ, ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വിളിക്കുന്ന ജീവനുള്ള ദൈവത്തെയും ഞങ്ങൾ വിളിക്കേണ്ട മറ്റ് മധ്യസ്ഥന്മാരെയും മരിച്ച് തലപ്പത്തിരിക്കുന്ന പുണ്യാത്മാക്കളെ എല്ലാം വിളിച്ച് ഞാനും എൻ്റെ മിസ്സസ് എൽസിയും നിദ്രയിലേക്ക് വീണു. അപ്പോൾ അച്ഛാ പട്ടുപെടാവുന്ന ലൈറ്റ് കമ്പിയിലെ കൂടെ ഈ ബയാറിലും കേബിളിലെ കൂടെ എലി ഓടുന്നു. നിമിഷം നേരം കൊണ്ട് എൻ്റെ വെട്ടിവെച്ച വടി എൻ്റെ കയ്യിൽ ബലമായിട്ട് കിട്ടി. അച്ഛാ ഞാൻ അടിച്ചു. അടി കിട്ടുകിട്ട അടുക്കിട്ട കുടുകുട. പക്ഷെ അച്ഛാ കൊണ്ടത് മുഴുവൻ എലിക്കിട്ടല്ല അച്ഛാ, എൻ്റെ ഭാര്യയെ കിട്ട. നിരാശനായിട്ട് ഞാൻ താഴെ വീണുപോയി. അവൾ ചോദിച്ചു, ഇതെന്താ ചതിയ? ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, ഞാൻ എലിയാണോ? സഹധർമ്മിണി എന്നോട് പുറത്താലും ഞങ്ങൾ വീണ്ടും ഞങ്ങളെല്ലാം മതിമറന്നു. പക്ഷേ അവൾ ഒരു സ്റ്റഡി ക്ലാസ് തന്നു. നാളെ വീണ്ടും പ്രഭാതമായി സന്ധ്യയായി. ഞങ്ങൾ വീണ്ടും കിടക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്ക്. നിങ്ങളുടെ കൈകൊണ്ട് വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് താലി കെട്ടിയ ഞാനാ. ഒരു കാരണവശാലും ഞാൻ എലിയുടെ ഭാവം നിങ്ങളുടെ മനസ്സിൽ കൂടാതെ ഞാനൊരു എലിയല്ലെന്ന് കണ്ടോണ്ട് നിങ്ങളും ഞാനും നിദ്രയിലേക്ക് കിടക്കാൻ പോന്നു. നിങ്ങളുടെ വഴി ബലമായിട്ട് മാറ്റിവെക്കുക. എലിയെ കണ്ടാൽ മാത്രം നിങ്ങൾ അടിക്കുക, എനിക്കിട്ട് അടിക്കില്ലേ. അങ്ങനെ ഒരു ശബ്ദം ചെയ്തു. അന്ന് മുതൽ ഞാൻ എലിയെ അടിക്കാറില്ല അച്ഛാ. എലി ആ ഭാര്യക്കിട്ട് അടിച്ചോട് കൂടി ആ പരിസരത്തുനിന്ന് എലിയെല്ലാം പേടിച്ചോടി. ഇപ്പൊ ഒരെലിയും ഇല്ല. ഇപ്പൊ എലി ഉണ്ടെന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയും ഞാനും ഉള്ളച്ച. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അച്ഛാ എൻ്റെ മനസ്സിനകത്തുണ്ട്. അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ എല്ലാവർക്കും വലിയ കാര്യം അച്ഛാ. പക്ഷേ എനിക്കൊരാഗ്രഹമുള്ള അച്ഛാ, എൻ്റെ മക്കളെങ്കിലും എൻ്റെ അലച്ചിലിന് ഫലമായിട്ട് അവരെയെങ്കിലും ഒന്ന് സൗഭാഗ്യമായിട്ട് ഒന്ന് കണ്ട് എൻ്റെ കണ്ണ് സന്തോഷമായിട്ട് അടയാൻ വേണ്ടിയാണ് അച്ഛാ ഞാൻ കാത്തിരിക്കുന്നത്. പണി തീരാത്ത വീട് കിടക്കുന്നു, എൻ്റെ ചികിത്സകൾ കിടക്കുന്നു, എൻ്റെ വീട്ടിലെ മറ്റു പണികൾ കിടക്കുന്നു. എല്ലാം ഉണ്ട്. ദൈവം എനിക്ക് തരുമെന്നുള്ള വിശ്വാസം അച്ഛാ എനിക്കുണ്ട്. അപ്പം എൻ്റെ എളിയ സമയം കൊണ്ട് എൻ്റെ നാവിൽ കിടന്ന എന്താണെന്നോ ഏതാണെന്നോ അറിയാതെ ഈശ്വരൻ തന്ന കഴിവുകൾ ഞാൻ എന്തൊക്കെയോ ഇവിടെ ഒരു ആംഗ്യം കാണിച്ചു. ഇതുവരെയും എൻ്റെ സമയങ്ങൾ കണ്ട് ഇതുവരെയും കേട്ടു നിന്ന എൻ്റെ എല്ലാ സ്നേഹം നിറഞ്ഞ എൻ്റെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അകമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ എന്നെ അറിയപ്പെടുന്നത് എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ എളിയവനായിരിക്കുന്ന എൻ്റെ ഡോണ്ട് വെരി ഐ വിൽ പേ എനിബഡി നോബഡി സംബഡി എപ്പോഴും എന്നെ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കൃപ ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഫോൺ നമ്പറിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാം. 0481 കോഡ് നമ്പർ 2441265 എൻ്റെ ഫോൺ നമ്പറാണ്. നിങ്ങൾ വിളിച്ചാൽ ഞാൻ വിളിപ്പുറത്തുണ്ട്. 0481 കോഡ് 2441265 എൻ്റെ ഫോൺ നമ്പറാണ്. എന്നെ ആരെങ്കിലും ഒന്ന് വിളിക്കണ്ട. അതിനുവേണ്ടി ഒരു ഫോൺ തള്ളിക്കൂട്ടിയിട്ടുണ്ട്. പലരെക്കൂടെയൊക്കെ അത് അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുഞ്ഞുങ്ങളൊക്കെ ഇന്നായി വരണം. വീണ്ടും എൻ്റെ ഫോൺ നമ്പർ മറക്കല്ലേ. 0481 2441265. ഓക്കെ, ബൈ. ഓക്കെ.